ശ്രീരാഗം കുടുംബത്തിലുള്ള എൻ്റെ എല്ലാ സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ പുളിയാമ്പള്ളി നമ്പൂതിരിയുടെയാണ്. ഇദ്ദേഹം ഒരു നമ്പൂതിരിയും നല്ല ഒരു ശാക്തേയനുമായിരുന്നു. ദിവസം തോറും ജഗദീശ്വരിയായ ദേവി ആദിപരാശക്തിയുടെ ഉപാസന ഇദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി മുതലായ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ കറി നിവേദ്യങ്ങളോടുകൂടി വിധിപ്രകാരമുള്ള ശക്തി പൂജയും ഉണ്ടായിരുന്നു. പൂജാനന്തരം അദ്ദേഹം പ്രസാദമായ മത്സ്യ മാംസാദികൾ ഭക്ഷണമായി സേവിക്കാറുമുണ്ട്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സ്വരൂപിണിയായ ഭഗവതി അദ്ദേഹത്തിന് പ്രത്യക്ഷമൂർത്തിയായിരുന്നു. ഇദ്ദേഹം മത്സ്യമാംസാദികൾ കൂട്ടി ശക്തി പൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയും ചെയ്യുന്ന വിവരം മറ്റു ബ്രാഹ്മണർ ധാരാളമായി അറിഞ്ഞു. എങ്കിലും ഇദ്ദേഹത്തിന്റെ ദിവ്യത്വ നിമിത്തം അതൊന്നും കണ്ടുപിടിക്കുന്നതിനും ഇദ്ദേഹത്തിന് പതിത്വം കൽപ്പിക്കുന്നതിനും ആർക്കും കഴിഞ്ഞില്ല. ഇദ്ദേഹം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നമ്പൂതിരിമാർ കൂടിയിരുന്നു കൊണ്ട് ഇയാൾ ശുദ്ധ നീചനാണ്, ഇതൊക്കെ ബ്രാഹ്മണർക്ക് ചേർന്നതാണോ, നമുക്കിനി ഈ കള്ളുകുടിയനെ നമ്മുടെ ഇല്ലങ്ങളിൽ യാതൊരു അടിയന്തരത്തിനും ക്ഷണിക്കരുത്, ക്ഷണിക്കാതെ വന്നാൽ അടിച്ച് പുറത്താക്കണം, നമുക്കാർക്കും യാതൊരു അടിയന്തരത്തിനും ഇയാളുടെ അവിടെ പോവുകയും വേണ്ട എന്നൊക്കെ പറയും. എങ്കിലും ഇദ്ദേഹത്തോട് നേരിട്ട് ഒന്നും പറയാൻ ആർക്കും ശക്തി ഉണ്ടായിരുന്നില്ല. തക്കതായ ഒരു ലക്ഷ്യം കിട്ടാതെ ഒരാൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനാൽ വല്ലതും ലക്ഷ്യം കണ്ടുപിടിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശികളായ നമ്പൂതിരിമാരെല്ലാം കൂടി അതിന് തരം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച പുളിയാമ്പള്ളി നമ്പൂതിരി ശാക്തേയ പൂജയ്ക്ക് മദ്യം വാങ്ങാനായി പോയി എന്നുള്ള വിവരം നമ്പൂതിരിമാർക്ക് അറിവ് കിട്ടി. ഉടനെ അവർ പലർ കൂടി ഇദ്ദേഹം മദ്യവും കൊണ്ട് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് പിടിക്കണമെന്ന് നിശ്ചയിച്ചു. വഴിവക്കത്ത് ഒരു സ്ഥലത്ത് ചെന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പുളിയാമ്പള്ളി നമ്പൂതിരി മദ്യകുംഭവും തലയിൽ വെച്ച് വരവായി. ഉടനെ നമ്പൂതിരിമാരെല്ലാം കൂടി ചുറ്റും ചെന്ന് വളഞ്ഞു. കാര്യം പറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഈ കുടത്തിൽ എന്താണെന്ന് ചോദിച്ചു. ഇവർ തന്നെ ചതിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് മനസ്സിലായി. ഇവരുടെ ചതിയൊന്നും തന്നോട് പറ്റുകയില്ലെന്ന് ഇദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. എങ്കിലും ഇവർക്കിവരുടെ ഉത്സാഹം ഫലിച്ചു എന്ന് വിചാരിച്ച് കുറച്ചുകൂടി സന്തോഷമുണ്ടാക്കിയിട്ട് പിന്നീട് അബദ്ധമാക്കി വിടാമെന്ന് വിചാരിച്ചു. തൽക്കാലം ഒന്നും മിണ്ടാതെ പരുങ്ങുവാൻ ഭാവിച്ചു. അപ്പോഴേക്കും നമ്പൂതിരിമാർക്ക് ഉത്സാഹം വർദ്ധിച്ചു. എന്താ കുടത്തിൽ എന്നെല്ലാവരും ചോദ്യം മുറുക്കുകയായി. പുളിയാമ്പള്ളി നമ്പൂതിരി വലിയ ജനത സംഭവിച്ച ഭാവത്തിൽ ആരോടും നേരെ നോക്കാതെ മുഖം കുമ്പിട്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ട് ഇതിൽ വിശേഷിച്ചൊന്നുമില്ല എന്ന് പെതുക്കെ പറഞ്ഞു. അപ്പോൾ ചിലർ എന്നാൽ കുടമഴിച്ചു കാണണം എന്നായി. ചിലർ കുടം പിടിച്ച് താഴെ ഇറക്കി വെച്ചു. അപ്പോൾ മദ്യത്തിന്റെ ഗന്ധം ധാരാളമായി വന്നതുകൊണ്ട് കുടത്തിനകത്ത് എന്താണെന്ന് നമ്പൂതിരിമാർക്ക് നിശ്ചയമായി. അതിനാൽ കുടം അടച്ചു കെട്ടിയിരിക്കുന്നത് അഴിച്ചു കാണണമെന്നുള്ള മുറുക്കം കലശലായി കഴിഞ്ഞു. അപ്പോൾ പുളിയാമ്പള്ളി നമ്പൂതിരി എന്തിനഴിച്ചു കാണുന്നു, ഇതിൽ കുറച്ച് കളിയടയ്ക്കയാണ്, അകയിലേക്ക് 3 കൂട്ടാൻ കളിയടയ്ക്ക വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരിമാർ എന്നാൽ ഈ കളിയടയ്ക്ക ഞങ്ങൾക്കൊന്ന് കാണണം എന്നായി. എന്തിനു വളരെ പറയുന്നു. കുടമഴിച്ച് കാണിക്കാൻ അദ്ദേഹം മടിക്കും തോറും കുടത്തിൽ മദ്യമാണെന്നുള്ള നിശ്ചയവും അതഴിച്ചു കാണണമെന്നുള്ള നിർബന്ധവും നമ്പൂതിരിമാർക്ക് കലശലായി തീർന്നു. അഴിച്ചു കാണിക്കാതെ വിട്ടയക്കില്ലെന്ന് തീർച്ചയായപ്പോൾ പുളിയാമ്പള്ളി നമ്പൂതിരി എന്നാൽ കണ്ടോളിൻ എന്ന് പറഞ്ഞ് കുടത്തിന്റെ മൂടി അഴിച്ചു. നമ്പൂതിരിമാർ നോക്കിയപ്പോൾ കുടം നിറച്ച് നല്ലൊന്നാം തരം കളിയടക്കയായിരുന്നു. നമ്പൂതിരിമാരെല്ലാം
മധ്യമായി പോയി എന്ന് പറയേണ്ടതില്ലല്ലോ. അബദ്ധമായി പോയി എന്ന് നമ്പൂതിരിമാരെല്ലാം അബദ്ധമായി പോയി എന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും പോയപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂതിരി കുടം പൂർവ്വസ്ഥിതിയിൽ അടച്ചുകെട്ടി എടുത്തും കൊണ്ട് അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പോയി. പൂജയുടെ സമയമായപ്പോൾ ജഗദംബയുടെ മായയാൽ കളിയടയ്ക്ക മദ്യം തന്നെ ആയി തീരുകയും ചെയ്തു. ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ടെന്നുള്ളതിനുള്ള തക്കതായ ഒരു ലക്ഷ്യം കണ്ടുപിടിക്കുന്നതിന് നമ്പൂതിരിമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും പുരയ്ക്കകത്തെ ശക്തിപീഠത്തിൽ തന്നെയാണ് പതിവ്. അത് രാത്രികാലങ്ങളിലായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണാൻ ചെന്നാൽ ഇപ്പോൾ സമയമില്ല, രാവിലെ ആവട്ടെ എന്ന് പറയുന്നതിന് ഭൃത്യന്മാരെ ഷട്ടം കെട്ടിയിരിക്കും. പിന്നെ രാത്രി സമയത്ത് വാതിലടച്ച് കിടക്കുന്ന ഇദ്ദേഹത്തിനെ ആർക്കെങ്കിലും ചെന്ന് കാണാൻ കഴിയുമോ? പകൽ പുറത്ത് കാണുമ്പോഴെങ്ങും കുടിച്ചിട്ടുണ്ടായിരിക്കുകയുമില്ല. പിന്നെ എന്ത് നിവൃത്തിയാണുള്ളത്? ഇങ്ങനെ ഒരു നിവൃത്തി മാർഗവും ഇല്ലാതെ വളരെ കാലം വിഷമിച്ചതിന്റെ ശേഷം നമ്പൂതിരിമാരെല്ലാവരും കൂടി വിവരം രാജാവിങ്കൽ അറിയിച്ചു. ശക്തി പൂജയ്ക്കുള്ള ദിവസം നിശ്ചയമായി അറിഞ്ഞു പറഞ്ഞാൽ നിവൃത്തി ഉണ്ടാക്കാമെന്ന് രാജാവ് കൽപ്പിച്ചു. പിന്നെ നമ്പൂതിരിമാരെല്ലാവരും കൂടി കർക്കടകത്തിൽ കറുത്തവാവിനാൽ ശക്തിപൂജയുണ്ടെന്നുള്ള വിവരം സൂക്ഷ്മമായി അറിഞ്ഞ് രാജാവിങ്കൽ ഗ്രഹിപ്പിച്ചു. പുളിയാമ്പിള്ളി നമ്പൂതിരി പതിവ് പോലെ പൂജയും കഴിച്ച് മദ്യമാംസാദികൾ സേവിച്ച് മതാന്ത ഹൃദയനായി കിടക്കുന്ന സമയം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരുവാനായിട്ട് രാജാവ് ആളിനെ അയച്ചു. രാജാവിന്റെ ആൾ നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന് വിവരം ദാസി മുഖാന്തരം അകായിൽ ഗ്രഹിപ്പിച്ചു. അന്തർജനം ആ വിവരം നമ്പൂതിരിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ മദ്യത്തിന്റെ ലഹരി കൊണ്ട് ബോധം കെട്ട് കിടന്ന നമ്പൂതിരി ആട്ടെ, ഉദിക്കുമ്പോൾ ചെല്ലാം, ഇപ്പോൾ ഇരുട്ടത്ത് പ്രയാസമുണ്ടെന്ന് പറഞ്ഞയച്ചേക്ക് എന്ന് പറഞ്ഞു. അന്തർജനം ആ വിവരം ദാസി മൂലം രാജഭൃത്യനോട് പറഞ്ഞയക്കുകയും ചെയ്തു. പുളിയാമ്പിള്ളി നമ്പൂതിരി വെളിവ് കൂടാതെ വരുന്നത് കാണുന്നതിനും രാജാവിനെ കൂടി സാക്ഷിയാക്കി വെച്ചുകൊണ്ട് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനുമായി അന്ന് രാജസന്നിധിയിൽ സസഖ്യം നമ്പൂരിമാർ കൂടിയിരുന്നു. അപ്പോൾ രാജഭൃത്യൻ വന്ന് നമ്പൂരി നിലാവുദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് രാജാവിന്റെ അടുക്കൽ അറിയിച്ചു. അത് കേട്ട് നമ്പൂരി മദ്യപാനം ചെയ്തു വെളിവ് കൂടാതെ പറഞ്ഞയച്ചതാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. കറുത്തവാവിനാൽ ചന്ദ്രൻ ഉദിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാത്തതാകയാൽ അത് സ്വബോധമുള്ളവർ പറയുകയില്ലല്ലോ. അപ്പോൾ രാത്രി കുറെ അധികമായതിനാൽ നമ്പൂരിമാരാരും അവരവരുടെ ഇല്ലങ്ങളിലേക്ക് പോയില്ല. രാജാവ് പള്ളിയറയിലേക്ക് എഴുന്നള്ളിയതിന്റെ ശേഷം എല്ലാവരും രാജഭവനത്തിൽ തന്നെ ഓരോ സ്ഥലത്ത് പോയി കിടന്നുറങ്ങി. ഏകദേശം അർദ്ധരാത്രിയായപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂരിക്ക് ബോധം വീണു. അപ്പോൾ അദ്ദേഹത്തിന് രാജാവിന്റെ ആൾ വന്നിരുന്നു. എന്തോ താൻ അബദ്ധം പറഞ്ഞയച്ചു എന്നോ ഏതാണ്ടൊക്കെ ഒരു സ്വപ്നം പോലെ ഓർമ്മ തോന്നുകയാൽ വിവരം അന്തർജനത്തോട് ചോദിക്കുകയും ചെയ്തു. അന്തർജനത്തോട് ചോദിക്കുകയും ഉണ്ടായ വസ്തുത അന്തർജനം പറയുകയും ചെയ്തു. ഉദിക്കുമ്പോൾ ചെല്ലാമെന്ന് പറഞ്ഞയച്ചിരുന്നതെന്ന് കേട്ടപ്പോൾ നമ്പൂതിരി തൽക്കാലം ഒന്ന് അന്ധാളിച്ചു. എങ്കിലും ലോകൈക മാതാവായിരിക്കുന്ന സാക്ഷാൽ ആദിപരാശക്തിയുടെ സഹായമുള്ളതുകൊണ്ട് തനിക്കൊന്നും ദുസാധ്യമായും അപമാനകരമായും വരികയില്ലെന്നുള്ള ആശ്വാസത്തോടുകൂടി അദ്ദേഹം ഉടനെ എണീറ്റ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ ആകാശമധ്യത്തിങ്കൽ പ്രകാശിച്ചു നിൽക്കുന്നതും നല്ല വിശുദ്ധ ചന്ദ്രിക ലോകമെല്ലാം നിറഞ്ഞ് പരന്നിരിക്കുന്നതും കാണപ്പെട്ടു. അതിനാൽ അത്യന്തം സന്തുഷ്ടഹൃദയനായ നമ്പൂരി വേഗത്തിൽ രാജഭവനത്തിലെത്തി രാജാവ് കിടന്നുറങ്ങുന്ന പള്ളിയറ വാതുക്കൽ ചെന്ന് മുട്ടി വിളിച്ചു. ഉടനെ രാജാവ് ഉണർന്ന്, ആരാത്
എന്ന് ചോദിച്ചു. ഞാൻ തന്നെ, പുളിയാമ്പിള്ളി എന്ന് നമ്പൂരി. ഉടനെ രാജാവ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രനെയും ചന്ദ്രികാ പ്രകാശത്തെയും കണ്ട് അത്യന്തം വിസ്മയിച്ചു. അപ്പോൾ തന്നെ രാജാവ് ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. നമ്പൂതിരിമാരെ എല്ലാം വിളിച്ചു വരുത്തി. എല്ലാവരും ഇത് കണ്ട് ഏറ്റവും അത്ഭുതപ്പെട്ടു. രാജാവ് പുളിയാമ്പിള്ളി നമ്പൂരിക്ക് അനവധി സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു. അദ്ദേഹത്തിന്റെ ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും ചന്ദ്രികയും മറഞ്ഞു. നല്ല ഇരുട്ടാവുകയും ചെയ്തു. ആ കാണപ്പെട്ടത് സാക്ഷാൽ ചന്ദ്രനും ചന്ദ്രികയും അല്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഭക്തവത്സലയായ മഹാമായ ഭക്തനായ നമ്പൂരിക്ക് അപമാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. അത് കണ്ടവർക്കെല്ലാം ചന്ദ്രനായിട്ടും അതിൻ്റെ ശോഭ ചന്ദ്രികയായിട്ട് തോന്നി എന്നേയുള്ളൂ. ഇപ്രകാരം പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പിള്ളി നമ്പൂതിരിയെ അപമാനിക്കുന്നതിനോ അദ്ദേഹത്തിന്റെ മദ്യപാനത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനോ അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല. ദുർഗാപ്രസാദം വേണ്ട പോലെ സിദ്ധിച്ചിട്ടുള്ളവരെ ജയിക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലല്ലോ. പുളിയാമ്പിള്ളി നമ്പൂരി ഒരു നല്ല മന്ത്രവാദിയായിരുന്നു. അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചു കൊണ്ടുപോവുകയും പതിവായിരുന്നു. അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്പൂരി മന്ത്രവാദത്തിനും മറ്റുമായി അന്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ സാക്ഷാൽ ശ്രീ ഭഗവതി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തോടു കൂടി പോവുക പതിവായിരുന്നു. എങ്കിലും അത് അന്യന്മാർക്ക് അപ്രത്യക്ഷം തന്നെ ആയിരുന്നു. ഒരു ദിവസം നമ്പൂരി എവിടെയോ പോയി. ഒരു മന്ത്രവാദം കഴിഞ്ഞ് അർദ്ധരാത്രി നമ്പൂരി മുമ്പും മഹാദേവി പിമ്പുമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടു. കുറേ വഴി പോന്നതിൻ്റെ ശേഷം ഒരിക്കൽ നമ്പൂരി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല. എവിടെ പോയതായിരിക്കും എന്ന് സംശയിച്ചു കുറച്ചു ദൂരം തിരിഞ്ഞു നിന്നു. കുറച്ചു നേരം തിരിഞ്ഞു നിന്നു. എന്നിട്ടും കാണായികയാൽ നമ്പൂരിക്ക് വ്യസനമായി. ഒന്ന് അന്വേഷിച്ചിട്ട് വേണം പോകാനെന്ന് നിശ്ചയിച്ച് അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ പുറപ്പെട്ടു. കുറച്ചു ചെന്നപ്പോൾ വഴിക്ക് സമീപം ഒരു മാടത്തിൽ ഒരു പറയൻ ഒരു വാളും പീഠവും വെച്ച് പരാശക്തിയെ പൂജിക്കുന്നതും കൊട്ടുന്നതും ചില സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കുന്നതും ഭഗവതി ആ പൂജ സ്വീകരിച്ചുകൊണ്ട് ആ പീഠത്തിന്മേൽ വാത്സല്യത്തോടിരിക്കുന്നതും നമ്പൂരി കണ്ടു. ദേവിയെ പറയനു കാണാൻ പാടില്ലായിരുന്നത് താനും. അവന്റെ പൂജയും മറ്റും കഴിയുന്നതുവരെ നമ്പൂരി എല്ലാം കണ്ടും കൊണ്ട് വഴിയിൽ തന്നെ നിന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ജഗദംബിക എഴുന്നേറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് നമ്പൂരിയുടെ അടുക്കൽ വന്നു. അപ്പോൾ നമ്പൂരി, അല്ലയോ മഹാദേവി, ഈ പറമാടത്തിലും മറ്റും അവിടുന്ന് എഴുന്നള്ളിയത് വലിയ കഷ്ടമാണ്. മന്ത്രതന്ത്രാദികൾ ഒന്നുമില്ലാതെ നീചനായ ആ പറയൻ പൂജിച്ചതിനെ അവിടുന്ന് കൈക്കൊള്ളുകയും അതിൻ്റെ നിവേദ്യാംശത്തെ അവിടുന്ന് അനുഭവിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വളരെ വല്ലാതെ തോന്നി. ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ള മോശക്കാരുടെ അടുത്ത് പോകാതിരുന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് മഹാമായ ചിരിച്ചുകൊണ്ട്, അല്ലയോ, അങ്ങ് ഇതുവരെ എൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിഞ്ഞിട്ടില്ലല്ലേ? അങ്ങക്ക് മനഃശുദ്ധിയും ഭക്തിയും മതിയായിട്ടില്ല. എന്നെക്കുറിച്ച് ഭക്തിയുള്ള എല്ലാവരും എനിക്ക് ഒന്നുപോലെയാണ്. ചണ്ടാളിൽ നിന്നും ബ്രാഹ്മണൻ നിന്നുമുള്ള വ്യത്യാസം എനിക്കില്ല. ഭക്തിയുള്ളവർ ആര് വിളിച്ചാലും എനിക്കവിടെ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മന്ത്രതന്ത്രാദികളെക്കാൾ ഗണിക്കുന്നത് ഭക്തിയെയാണ്. ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഞാൻ വരുന്നില്ല. ഇനി അങ്ങയ്ക്ക് എന്നെ കാണാനും കഴിയില്ല. എങ്കിലും പതിവിൻ പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചു കൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ സാധിപ്പിച്ചു തരികയും ചെയ്യാം എന്നരുളി ചെയ്ത് അവിടെ തന്നെ അന്തർധാനവും ചെയ്തു. അതിൽ പിന്നെ നമ്പൂരി മാംസചക്ഷുസ്സുകൊണ്ട് ദേവിയെ കണ്ടിട്ടില്ല. മഹാദേവി അപ്രത്യക്ഷയായതിൻ്റെ ശേഷം അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുമില്ല. പുളിയാമ്പിള്ളി നമ്പൂതിരിയെ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇന്നും വെച്ചാചരിച്ചു വരുന്നുണ്ട്. കർക്കിടക മാസത്തിലും തുലാമാസത്തിലും മറ്റും
പുളിയാമ്പിള്ളി നമ്പൂതിരിക്ക് വെള്ളംകുടി വെക്കുക എന്നൊരു കാര്യവും പലയിടത്തും നടപ്പുണ്ട്. പുളിയാമ്പിള്ളി നമ്പൂതിരിക്ക് വെള്ളംകുടി പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം. സന്തതിയുണ്ടാകാനായിട്ടും സമ്പത്തുണ്ടാകാനായിട്ടും ബാധോപദ്രവങ്ങൾ, രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ടും നമ്പൂതിരിക്ക് വെള്ളംകുടി പ്രാർത്ഥന പലയിടത്തും നടപ്പാണ്. മോക്ഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇത് പ്രധാനം. പുളിയാമ്പിള്ളി നമ്പൂതിരിക്ക് വെള്ളംകുടി പ്രാർത്ഥിച്ചാൽ തെളിയാത്ത മോക്ഷണം ലോകത്തിലില്ലെന്നാണ് ചിലർ പറയുന്നത്. വെള്ളംകുടി പ്രാർത്ഥിച്ചാൽ 41 ദിവസത്തിനകം മോഷ്ടിച്ചവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് മോക്ഷണത്തൊണ്ടിൽ ഉടമസ്ഥന്റെ പാദത്തിങ്കൽ കൊണ്ടുചെന്ന് വെച്ച് നമസ്കരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മോഷ്ടാവും അവന്റെ തറവാട്ടിലുള്ളവരും രക്തം ഛർദ്ദിച്ചു മരിക്കും, അല്ലെങ്കിൽ കടുത്ത ദുരിതം അനുഭവിക്കും എന്നാണ് വിശ്വാസം. കാര്യം സാധിച്ചിട്ട് പ്രാർത്ഥന നടത്താതെ ഇരുന്നാൽ മോഷ്ടാവിന്റെ അനുഭവം ഉടമസ്ഥനും സിദ്ധിക്കും. പുളിയാമ്പിള്ളി നമ്പൂതിരിയുടെ സ്വഭാവം കായംകുളം വാളുപോലെ ഇരുഭാഗത്തും മൂർച്ചയുള്ളതാണ്. ഇദ്ദേഹത്തെ പോലെ ഉഗ്രമൂർത്തിയായിട്ട് വേറെ ആരുമില്ല എന്നിങ്ങനെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഇക്കാലത്ത് ധാരാളമുണ്ട്. വളരെ കാലം മുമ്പ് മരിച്ചു പോയിരുന്ന ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഭയഭക്തി വിശ്വാസ ബഹുമാനങ്ങൾ ഇക്കാലം വരെ നിലനിൽക്കണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന്റെ ദിവ്യത്വം, അത്ഭുതകർമ്മങ്ങളും ദേവീപ്രീതിയും സാമാന്യമൊന്നുമല്ലായിരുന്നുവെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ഇല്ലം കോഴിക്കോട്ടായിരുന്നു എന്നും ഇദ്ദേഹം ചരമഗതിയെ പ്രാപിച്ചിട്ട് ഇപ്പോൾ 500 സംവത്സരത്തിൽ അധികമായിരിക്കുന്നു എന്നുമാണ് കേട്ടിരിക്കുന്നത്. നാരായണ.